രാഷ്ട്രീയമായി ഒരു ധാരണയുമില്ലാത്ത ഫോണിലും സോഷ്യൽ മീഡിയയിലും മാത്രം ഒതുങ്ങിയ ഒരു തലമുറയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജെൻസികൾ ഒരു സർക്കാരിനെ താഴെ ഇറക്കിയിരിക്കുന്നു. നമ്മുടെ തൊട്ട അയൽപക്കത്ത്, അതും വെറും 2 ദിവസത്തെ പ്രക്ഷോഭത്തിലൂടെ. സോഷ്യൽ മീഡിയ നിരോധിച്ചതിലൂടെ ഉണ്ടായ പ്രകോപനമെന്ന് തുടക്കത്തിൽ തോന്നിയെങ്കിലും പിന്നീട് ജെൻസികൾ പറഞ്ഞത് കൃത്യമായ രാഷ്ട്രീയമാണ്. അഴിമതി, തൊഴിലില്ലായ്മ, സ്വജനപക്ഷപാതം എന്നിവയ്ക്കെതിരായാണ് പ്രതിഷേധം. പക്ഷേ പ്രക്ഷോഭം അതിര് വിട്ടില്ലേ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുമുണ്ട്. പാർലമെന്റ് മന്ദിരം അടക്കമുള്ള പൊതുമുതൽ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയാണ്. ശ്രീലങ്കയുടെയും ബംഗ്ലാദേശിന്റെയും പാതയിലേക്കാണോ നേപ്പാളും? സർക്കാരിന്റെ സോഷ്യൽ മീഡിയ നിരോധനമാണ് ഈ പ്രക്ഷോഭത്തിന് ഉടനടി തീപ്പൊരി നൽകിയതെങ്കിലും നെപ്പോ കിഡ്സ് പോലുള്ള ക്യാമ്പയിനുകളിലൂടെ ദീർഘകാലമായി കുന്നുകൂടിയ ജനരോഷം ഒരു വലിയ വിപ്ലവമായി പരിഗണിക്കുകയായിരുന്നു. അഴിമതിക്കും സ്വേച്ഛാധിപത്യത്തിനുമെതിരെ പുതിയ ജനറേഷൻ നടത്തുന്ന ഈ പോരാട്ടം നേപ്പാളിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ്. രാജഭരണത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് മാറിയ നേപ്പാളിന്റെ ചരിത്രം എന്നും രാഷ്ട്രീയ അസ്ഥിരതകളുടേതാണ്. മാവോയിസ്റ്റ് കലാപവും അതിനുശേഷമുള്ള സമാധാന പ്രക്രിയകളും ജനാധിപത്യം സ്ഥാപിക്കാൻ സഹായിച്ചെങ്കിലും അത് അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കെണിയിലായി. ഈ ദുരിതങ്ങളെല്ലാം നേരിട്ടത് രാജ്യത്തെ യുവതലമുറയാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കളുടെയും അവരുടെ മക്കളുടെയും ആഡംബര ജീവിതം സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ വലിയ ചർച്ചയായി. കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണക്കാർക്ക് തൊഴിലവസരങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ ഭരണാധികാരികളുടെ മക്കൾക്ക് യാതൊരു കഷ്ടപ്പാടുമില്ലാതെ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നത് യുവജനങ്ങളെ കൂടുതൽ ചൊടിപ്പിച്ചു. വിദേശ വിദ്യാഭ്യാസം, ആഡംബര കാറുകൾ, വിദേശയാത്രകൾ എന്നിവയെല്ലാം എങ്ങനെ അവർക്ക് സാധ്യമാകുന്നു എന്ന ചോദ്യം നെപ്പോ കിഡ്സ് എന്ന ഹാഷ്ടാഗിലൂടെ യുവജനങ്ങൾ ഉയർത്തി. പ്രതിഷേധങ്ങൾ കൂടുതലും ഉണ്ടായത് സർക്കാരിന്റെ സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരായാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ്, വാട്സ്ആപ്പ്, യൂട്യൂബ് എന്നിവയുൾപ്പെടെ 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് നേപ്പാൾ സർക്കാർ നിരോധിച്ചത്. പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഈ പ്ലാറ്റ്ഫോമുകൾ സർക്കാരിൽ അവർ നേരിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന വ്യവസ്ഥ പാലിക്കാത്തതാണ് നിരോധനത്തിന് കാരണമെന്നായിരുന്നു സർക്കാർ വിശദീകരണം. എന്നാൽ ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമായാണ് ജനങ്ങൾ കണ്ടത്. ഈ തീരുമാനം ചെറുകിട ബിസിനസ്സുകാരെയും മാധ്യമപ്രവർത്തകരെയും പ്രത്യേകിച്ച് യുവജനങ്ങളെയും വലിയ രീതിയിൽ ബാധിച്ചു. നിരോധനത്തെ തുടർന്ന് നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ആകെയുള്ള വരുമാനം നിലയ്ക്കുകയും ചെയ്തു. തങ്ങളുടെ ശബ്ദമുയർത്താനുള്ള ഏക മാർഗം ഇല്ലാതാക്കാനുള്ള നീക്കമായും യുവജനങ്ങൾ ഇതിനെ കണ്ടു. ഈ പ്രക്ഷോഭങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ നേതൃത്വമില്ല. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തി ചെറുപ്പക്കാർ സ്വയം സംഘടിതരാവുകയായിരുന്നു. ഇതിനെ നേപ്പാളിലെ അവസാന വിപ്ലവം എന്നും ചിലർ വിശേഷിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനമില്ലാത്ത തികച്ചും ജനകീയമായ ഒരു മുന്നേറ്റം. കാഠ്മണ്ഡുവിലെ മേയറും റാപ്പറുമായ ബാലേന്ദ്ര ഷാ, പ്രശസ്തരായ മറ്റ് കലാകാരന്മാർ തുടങ്ങി പൊതുവ്യക്തിത്വങ്ങൾ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് മുന്നേറ്റത്തിന് കൂടുതൽ ശക്തി നൽകി. സോഷ്യൽ മീഡിയ നിരോധനം പ്രഖ്യാപിച്ച ശേഷം ആയിരക്കണക്കിന് യുവജനങ്ങൾ കാഠ്മണ്ഡുവിലെ തെരുവുകളിലേക്ക് ഒഴുകിയെത്തി. അവർ ദേശീയ പതാകകൾ വീശിയും അഴിമതി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചും പ്രതിഷേധിച്ചു. എന്നാൽ പോലീസ് ഈ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകവും റബ്ബർ ബുള്ളറ്റുകളും പ്രയോഗിച്ചു. ഈ ഏറ്റുമുട്ടലുകളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 100 കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു.
നേപ്പാളിലെ ഈ യുവജന പ്രക്ഷോഭങ്ങൾ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും മുൻപ് നടന്ന സമാന സംഭവങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ശ്രീലങ്കയിൽ മുൻ പ്രസിഡന്റ് ഗോതബായ രാജപക്സെയുടെ ഭരണത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയത് രാജ്യത്തെ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നാലെയായിരുന്നു. ഭരണകൂടത്തിന്റെ അഴിമതിയും സ്വജന പക്ഷപാതവും യുവജനങ്ങളെ പ്രകോപിപ്പിക്കുകയും അർഗലയെ പോലുള്ള പ്രതിഷേധങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു. അതുപോലെ ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികൾ റോഡ് സുരക്ഷയ്ക്കായി നടത്തിയ പ്രക്ഷോഭങ്ങൾ പിന്നീട് സർക്കാരിനെതിരായ വലിയ പ്രക്ഷോഭങ്ങളായി വളർന്നു. ഈ രാജ്യങ്ങളിലെല്ലാം യുവജനങ്ങൾക്ക് രാഷ്ട്രീയ വ്യവസ്ഥിതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതാണ് പ്രതിഷേധങ്ങളുടെ പ്രധാന കാരണം. നേപ്പാളും ഈ വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നതെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഈ പ്രതിഷേധം നേപ്പാളിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ്. അഴിമതിയില്ലാത്ത തൊഴിലവസരങ്ങൾ നൽകുന്ന, ഡിജിറ്റൽ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു നേപ്പാളാണ് ജൻസികളുടെ സ്വപ്നം.